Good morning. Audible ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യണേ. യെസ്, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് യെസ്. ഗുഡ് മോർണിംഗ് ആദർശ്, ഓഡിബിൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ എല്ലാവരെയും എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ആദർശ്. യെസ്, എൻ്റെ പേര് അഞ്ജലി. ഇന്ന് നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പർ എടുത്തു നോക്കിയപ്പം 2 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. രണ്ടും ചെയ്യാൻ പറ്റും, പക്ഷെ ഒരെണ്ണം തീർത്തും ബയസ്ഡായി പോവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ എടുത്ത ഒരു ആർട്ടിക്കിളാണ് ഇന്നത്തെ. ഇതിൻ്റെ ഇപ്പോഴത്തെ റെലവൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. കാരണം ഇത് വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, കുറേ കാലമായി നടന്നു എന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും കൊണ്ടാകാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സംതിങ് ഇൻ്റർനാഷണൽ. ശ്രീലങ്കയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പം നമ്മളെല്ലാവരും നേപ്പാളിൽ ഇങ്ങനെ നമ്മുടെ അവിടുത്തെ എന്താ പറയുക ലെജിസ്ലേറ്റീവ് അസംബ്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കണ്ടപ്പം നമ്മൾ പെട്ടെന്ന് ആലോചിച്ചത് ഏത് രാജ്യത്തെക്കുറിച്ചാണ്? നമ്മൾ ശ്രീലങ്കയെക്കുറിച്ചാണ് ആലോചിച്ചത്. ഇസ്ന്റ് ഇറ്റ്? അവിടെയും ഇത് തന്നെയാണ് ഏകദേശം സംഭവിച്ചത് കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിന്റെ വസതി അല്ലെ, ഒഫീഷ്യൽ ബംഗ്ലോ, അതെന്ത് ചെയ്തു? അത് കയ്യേറുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. ദേ ആർ എൻജോയിങ് ഓൾ ദ ലക്സുറി ഇൻസൈഡ് അല്ലെ, അവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, അത് ഉപയോഗിക്കുക, അത് നശിപ്പിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു ഇൻസിഡൻറ്റ്. ഇസ്ന്റ് ഇറ്റ്? അതിൻ്റെ ഒരു റൈറ്റപ്പാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. സോ ഇതിൻ്റെ റെലവൻസി എനിക്കറിയില്ല, പക്ഷേ അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം ഇറ്റ് ഈസ് ടു ബി ക്വസ്റ്റ്യൻഡ് എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എന്താ പറയുക, ആർട്ടിക്കിളിലേക്ക് പോവാണ്. ദ മെസ്സേജ് ബിയോണ്ട് എൻഡിങ് ശ്രീലങ്കാസ് ഇലീറ്റ് ഇംപ്യൂണിറ്റി. ഓക്കെ, സോ അതായത് ഒരു എലൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഹൂ ഹാസ് റൂൾ, ഹൂ ഹാസ് പവർ അല്ലേ, ആയുധം അല്ല സോറി പവർ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് റൂൾ കയ്യിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ ഒരു ഗ്രൂപ്പിൻ്റെ എന്തെല്ലാം ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് വേണം അവർ ജനങ്ങളുടെ പൈസ ഉപയോഗിക്കാൻ, ദ മണി, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആൻഡ്രൂ ഫിഡൽ ഫെർണാഡോ. അദ്ദേഹം ഒരു അവാർഡ് വിന്നിംഗ് ഓതറാണ്, ജേർണലിസ്റ്റും ആണ്, ബേസ്ഡ് ഇൻ ശ്രീലങ്ക. ഓക്കെ, സോ ദിസ് ഈസ് ദ ആർട്ടിക്കിൾ. എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിളാണ്. എന്നിരുന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് കാണാൻ സാധിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ എഡിറ്റോറിയൽ വായിക്കുക. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക്. അതെടുത്ത് ഇത് വായിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. സോ കുറച്ച് വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്ത് പോവാവുന്നതാണ്. സ്റ്റോപ്പ് ഓവർ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു സമ്മിറ്റിന് പങ്കെടുത്ത് തിരിച്ച് ശ്രീലങ്കയിലേക്ക് വരുന്ന വഴി അവരുടെ ബംഗ്ലാദേശ് ഓൾസോ ഓൾമോസ്റ്റ് എന്താ പറയുക, ഞാൻ പണ്ട് പൊളിറ്റിക്സ് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ കൂടെ പഠിക്കേണ്ട ഒന്നായിരുന്നു പൊളിറ്റിക്കൽ സയൻസ്. അതിനകത്ത് നമ്മളിങ്ങനെ പറയായിരുന്നേ, ഡെമോക്രസി നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ ഫേസസ് ഓഫ് ഡെമോക്രസി കണ്ടതിന് ശേഷം വിൽ കം അപ്പ് ടു എ ഡെമോക്രസി വിച്ച് ഈസ് ഹാവിങ് എ വേഴ്സ്റ്റ് ഫോം. കറപ്ഷൻ ഒരുപാട് കൂടുക, സ്വജന പക്ഷപാതം കൂടുക അല്ലേ, ബയസ്ഡ് ആകുക, അങ്ങനത്തെ ഒരുപാട് ഫേസസ് ഉള്ള ഒരു ഡെമോക്രസിയിലേക്ക് പിന്നെ സ്വയം നമ്മൾ കടക്കാൻ തുടങ്ങും. ഒപ്പോസിഷൻ ഇല്ലാണ്ടാകുക അല്ലേ. അതിനുശേഷം എന്ത് സംഭവിക്കും? ഒപ്പോസിഷൻ, നല്ലൊരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് നല്ല രീതിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു പെർട്ടിക്കുലർ പാർട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡെഫിനറ്റ്ലി അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ അല്ലേ. സോ വേഴ്സ് ഫോം ഓഫ് ഡെമോക്രസിയിലേക്ക് കടന്നതിന് ശേഷം പതുക്കെ ഓട്ടോക്രസി, മൊണാർക്ക്, അങ്ങനെ അതിനുശേഷം ജനങ്ങൾ ഫെഡപ്പ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? രാജാവിൻ്റെ തല കൊയ്ത് പിന്നെ രണ്ടാമത് ഡെമോക്രസി റീ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതൊരു നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ സൈക്കിൾ അല്ലെ, ഫുഡ് സൈക്കിൾ പഠിച്ച പോലെ ഒരു സൈക്കിളാണിത് എന്ന് അന്ന് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, സോ അന്നത്തെ ആ അവസ്ഥ പല രാജ്യങ്ങളും ഇന്ന് ഫേസ് ചെയ്ത് പോവാണ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലേ ഓവർ. നമ്മളിത് പറയാറുണ്ട്, ലേ ഓവർ, ഹോൾട്ട്,
പോസ്, ബ്രേക്ക്, എസ്പെഷ്യലി ഫ്ലൈറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിത് പറയാറുണ്ട്, ലേ ഓവർ ചെയ്യുക അല്ലേ. അതായത് ഒരു സ്ഥലത്ത് കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുക, നിർത്തുക. അപ്പം നമ്മൾ പറഞ്ഞു ശ്രീലങ്കൻ പ്രസിഡന്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സമ്മിറ്റിന്, ഒഫീഷ്യൽ സമ്മിറ്റിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഹി സ്റ്റോപ്ഡ് ഇൻ ലണ്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു അവാർഡ് അവിടെ കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് ഹി സ്റ്റോപ്ഡ് ഓവർ ദെയർ. എന്നിട്ട് അദ്ദേഹം $50 million അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പതനത്തിന് ഇടയാക്കിയ ഒരു വലിയ വിഷയം. ഓക്കെ, സോ സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ ലേ ഓവർ, ഹോൾട്ട്, പോസ് ഓർ ബ്രേക്ക്. എന്നാൽ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് ഡയറക്റ്റ് ഓപ്പോസിറ്റ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഡയറക്റ്റ് ജേർണി, നോൺ സ്റ്റോപ്പ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടത്. ഓക്കെ, അലിജ്ഡ് എന്ന് പറഞ്ഞാൽ ക്ലെയിം ടു ബി ട്രൂ വിത്തൗട്ട് പ്രൂഫ് അല്ലേ, വിത്ത് പ്രൂഫ് ഒന്നും ഇല്ലാതെ എന്താ പറയുക, സത്യമാണ് എന്ന് അക്യൂസ് ചെയ്യാൻ നമ്മൾ പറയും. അക്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല, ഇസ്ന്റ് ഇറ്റ്. സപ്പോസ്, ക്ലെയിം, purported ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. എന്നാൽ പ്രൂവൺ എന്താണ്, ഉറപ്പിച്ച് പറയാവുന്ന, കൺഫേംഡ് ആയിട്ടുള്ള, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. റിമാൻഡഡ് നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡാണ്. ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. റിമാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്ന, അല്ലെ ജയിലിലേക്ക് അയക്കുന്നതിനെയാണ് റിമാൻഡഡ് എന്ന് പറയുക. അതായത് ട്രയൽ അവൈറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ. പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, ഇത്ര ദിവസം അവർക്ക് ജുഡീഷ്യൽ കസ്റ്റഡി വേണമെന്ന് പറയും, അല്ലെങ്കിൽ 14 ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് ജയിലിൽ അയക്കണം എന്ന് പറയും. അപ്പം ഇങ്ങനെ ട്രയൽ വെയിറ്റ് ചെയ്യുന്ന പീരീഡിൽ ജയിലിലേക്ക് അയക്കുന്നതിന് റിമാൻഡഡ് എന്ന് പറയും. ഡീറ്റെയിൻഡ്, ഇംപ്രിസൻഡ്, ഹെൽഡ് ഇതെല്ലാം എന്താണ്, ഇതിൻ്റെ സിനോണിംസ് ആണ്. റിലീസ് ചെയ്യുക, ഫ്രീഡ് ആക്കുക, എക്വിറ്റഡ് ആക്കുക ഇതെല്ലാം അതിൻ്റെ ആൻറ്റോണിംസ് ആണ്. കോൺസ്റ്റർനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൻസൈറ്റി അല്ലെങ്കിൽ ഷോക്ക് ഒരു ഡിസ്മേ ഫീൽ ചെയ്യുക, അതിനാണ് കോൺസ്റ്റർനേഷൻ എന്ന് പറയുക. ഡിസ്മേ മീൻസ് ഷോക്ക്ഡ് ഓർ അലാംഡ്, ഡിസ്ട്രെസ്ഡ്, അലാം, പാനിക് ഇതെല്ലാം സിനോണിംസ് ആകുമ്പോൾ കാം ആൻഡ് കമ്പോസ്ഡ്, റീഅഷ്വേർഡ് ആയിട്ട് ഇരിക്കുക, എല്ലാം നല്ലതായിട്ട് വരും എന്നുള്ള രീതിയിൽ സമാധാനപരമായിട്ട് ഇരിക്കുന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക. വോസിഫറസ് അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. അതായത് ലൗഡാണ്, ഔട്ട്സ്പോക്കൺ അല്ലെ, ഒരുപാട് സംസാരിക്കുക, നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വോസിഫറസ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒപ്പീനിയൻസും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഡിമാൻഡ്സും ഒക്കെ വളരെ ലൗഡ്ലി, ഫോഴ്സ്ഫുള്ളി വിളിച്ച് പറയുന്ന ആൾക്കാർ അല്ലേ. ക്ലാമറസ് എന്ന് പറയുന്ന അതിൻ്റെ സിനോണിമായിട്ട് വരും. ആൻറ്റണിം എന്തായിരിക്കും? ഒരു സംസാരിക്കാത്ത, ക്വയറ്റ്, സൈലൻറ്റ്, മ്യൂട്ടഡ് ആയിട്ടുള്ളതിനെ നമ്മൾ അതിൻ്റെ ആൻറ്റണിമായിട്ടും പറയാറുണ്ട്. എക്സോനെറേറ്റഡ് എന്നാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകീർത്തി അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ഫ്രീ ആക്കുന്നതിനെയാണ് നമ്മൾ എക്സോനിറേറ്റഡ് എന്ന് പറയുക കേട്ടോ. അബ്സോൾവ്ഡ്, അക്വിറ്റഡ്, ക്ലിയർഡ് ഇതെല്ലാം സിനോണിംസ് ആണ്. ആൻറ്റണിംസ് എന്താണ്? കുറ്റക്കാരനാക്കുക, കൺവിക്റ്റഡ്, ബ്ലെയിംഡ്, അക്യൂസ്ഡ് ഇതെല്ലാം അതിൻ്റെ ആൻറ്റണിംസ് ആണ്. എംബാരസിങ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഐ എം മെൻഷനിങ്. എംബാരസിങ് എന്ന് പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാക്കുന്ന അല്ലേ, ഡിസ്കംഫേർട്ട്, ഷെയിം, ഓക്വേർഡ്നെസ് ഉണ്ടാക്കുന്നതിന് എംബാരസിങ് എന്ന് പറയും. സോ സിനോണിംസ് എന്താണ്? ഓക്വേർഡ്, ഹ്യൂമിലിയേറ്റിംഗ്, ഷെയിംഫുൾ ഇതൊക്കെ സിനോണിംസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് എന്താണ്? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള, ഫ്ലാറ്ററിങ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയാം? വി കോൾ ഇറ്റ് ആസ് ഇറ്റ്സ് ആൻറ്റണിംസ്. ഹാർബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെപ്റ്റ് ഓർ ഹെൽഡ്, ഒരു എന്താ പറയുക, നേർച്ചർ ചെയ്യുക, ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ പ്രതീക്ഷകളെയൊക്കെ നമ്മളിങ്ങനെ താലോലിക്കുക, അതിനാണ് ഹാർബേർഡ് എന്ന് നമ്മൾ പറയുക. മെയിൻറ്റെയിൻഡ് ഓർ എൻ്റർടൈൻഡ്. ആൻറ്റണിംസ് എന്താണ്? അബാൻഡൻ ചെയ്യുക, ഉപേക്ഷിച്ച് കളയുക, റിജക്റ്റ് ചെയ്യുക, തള്ളിക്കളയുക, ഫോർസേക്ക് അല്ലെ, ഉപേക്ഷിക്കുക. ഇതിനൊക്കെ നമ്മൾ അതിൻ്റെ ഹാർബേർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. എക്സ്പെൻഡിച്ചർ നിങ്ങൾക്കറിയാം, ചെലവാക്കുന്നതിനെ എക്സ്പെൻഡിച്ചർ എന്ന് പറയും അല്ലെ. ഇൻകം നമ്മൾക്ക് വരവ്, എക്സ്പെൻഡിച്ചർ നമ്മളുടെ ചെലവ്. സ്പെൻഡിങ്, ഔട്ട്ലേ ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ്. ഓക്കെ, സേവിങ്സ്, ഇൻകം, റവന്യൂ ഇതെല്ലാമാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക. റൗഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ റൗക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഷായിട്ടുള്ള, ലൗഡായിട്ടുള്ള ഒരു നോയ്സ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ പറയുക. ഓക്കെ, റൗഡി, ബോയ്സ്റ്ററസ് ആൻഡ് ഹാർഷ്. ഇത് ഓട്ടോ കറക്റ്റ് ആയതാണ് കേട്ടോ. BHAVIOUR ഉണ്ട് ബിഹേവിയർ. ഓക്കെ,
ഇത് നമുക്ക് പൊതുവെ എപ്പോഴും സ്പെല്ലിങ് ഈ കമ്പ്യൂട്ടർ സ്പെല്ലിംഗ് കയറി വരും കേട്ടോ. അപ്പം BEHAVIOUR. ഓക്കെ. ദെൻ റൗഡി, ബോയ്സ്ചറസ് ആയിട്ടുള്ള, ഹാർഷ് ആയിട്ടുള്ളതിനെ റൗക്കസ് എന്ന് പറയും. ക്വയറ്റ്, സോഫ്റ്റ്, ജെന്റിൽ, കൈൻഡ്, മൈൽഡ് ഇതെല്ലാം അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ടും വരും. എംഫാറ്റിക്, എംഫസൈസ് ചെയ്യുക, എംഫാറ്റിക് ഊന്നി പറയുക, ഫോഴ്സ്ഫുള്ളി ഒരു ഡെഫിനറ്റ്, അതിനാണ് എംഫാറ്റിക് എന്ന് പറയുക. ഓക്കെ. ഫോഴ്സ്ഫുൾ, അസേർട്ടീവ്, ഡിസിസീവ് ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. എന്നാൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള, വീക്ക്, ഹെസിറ്റൻറ്റ് ഇതെല്ലാം അതിൻ്റെ ആൻറ്റണിംസ് ആണ്. എംഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഊന്നി പറയുന്ന അവസ്ഥ, ഫോഴ്സ്ഫുള്ളി എക്സ്പ്രസിങ് സംതിങ്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തായിരിക്കാം? അല്ലേ, ഊന്നി പറയാത്ത, ടെൻറ്റേറ്റീവ്, അത് വേണോ ഇത് വേണോ എന്ന് കൺഫ്യൂസ്ഡ് ആകുന്ന അവസ്ഥ. ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പ്ലാങ്ക് എന്ന്. അത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉള്ള ഒരു ഫണ്ടമെൻ്റൽ പോളിസി അല്ലെങ്കിൽ ഒരു പോയിന്റിനെ നമ്മൾ പ്ലാങ്ക് എന്ന് പറയും. ഓക്കെ. പ്രിൻസിപ്പിൾ, പോളിസി, പ്ലാറ്റ്ഫോം ഇതൊക്കെ പ്ലാങ്കിൻ്റെ സിനോണിംസ് ആകുമ്പോൾ കൺഫ്യൂഷൻ, ആംബിക്വിറ്റി അല്ലേ, ഇൻഡെസിഷൻ, വേഗ്നെസ് ഇതെല്ലാം അതിൻ്റെ ഡിലേമ ഇതെല്ലാം അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് വരും. ഓക്കെ. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് യു ആർ ഷുവർ ഓഫ്, അല്ലെ, ഒരു പോളിസി ഉണ്ട്, ഒരു റൂളുണ്ട്, നിയമമുണ്ട്, പോളിസിയുണ്ട്, അപ്പം നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആൻറ്റണിംസ് അതിൻ്റെ വരുന്നത് എന്താ? ആംബിഗ്വിറ്റിയാണ്, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. ഇസ്ന്റ് ഇറ്റ്? ദർ ഇസ് എ കൺഫ്യൂഷൻ, ഇൻഡെസിഷൻ, വേഗ്നെസ് അതിനെയൊക്കെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. സ്പോട്ട്ലൈറ്റ് അല്ലെ, യു ആർ അറ്റ് ദ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലാണ് എല്ലാ പബ്ലിക് അറ്റൻഷനും. ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾ കണ്ടിട്ടില്ലേ സ്പോട്ട് ലൈറ്റ് വന്ന് വീഴുന്നത് അല്ലേ? അതുപോലെ എല്ലാ അറ്റൻഷനും നിങ്ങളിലാകുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് യു ആർ അറ്റ് ദ സ്പോട്ട് ലൈറ്റ് അല്ലെ. ലൈം ലൈറ്റിൽ അറ്റൻഷൻ, ഫോക്കസ് ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഒബ്സ്ക്യൂരിറ്റി, നെഗ്ലെക്റ്റ്, അനോണിമിറ്റി ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആൻറ്റഗോണൈസിങ്, ആൻറ്റഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു വില്ലൻ എന്നുള്ളൊരു രീതിയിലാണ് അല്ലേ നമ്മൾ പറയുക. എന്താ പറയുക? ആൻറ്റഗോണിസ്റ്റ്, പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ്. ഇസ്ന്റ് ഇറ്റ്? അപ്പം കഥ ആരിലൂടെ മുന്നോട്ട് പോകുന്നു? ദാറ്റ് ഇസ് എ പ്രൊട്ടാഗണിസ്റ്റ്. ഇസ്ന്റ് ഇറ്റ്? ആൻറ്റഗോണിസ്റ്റ് സംടൈംസ് കൺസിഡർഡ് ടു ബി എ വില്ലൻ, കോസിങ് സംബഡി ടു ബിക്കം എ ഹോസ്റ്റൈൽ ഓർ ആംഗ്രി. അതിനെയാണ് ആൻറ്റഗോണൈസിങ് എന്ന് പറയുക. ആൻറ്റഗോണൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മൾ ദേഷ്യത്തിലാക്കുന്നതിനെയാണ് പറയുന്നത്. പ്രൊവോക്ക് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, ഒഫെൻഡ് ചെയ്യുക ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. എന്നാൽ വളരെ പ്ലീസിങ് ആയിട്ട്, കാമിങ്, സൂതിങ്, പീസിങ് ആയിട്ട് നിൽക്കുന്നതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഹിപ്പോക്രസി, ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ചതിക്കുന്ന രീതിയിലുള്ള, അതായത് പ്രിറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത് അല്ലേ. വാല്യൂസ്, ബിലീഫ്, വെർച്യൂസ് നമുക്കില്ല, പക്ഷെ നമുക്കത് ഉണ്ട് എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഹിപ്പോക്രൈറ്റ്സ് ആണ് ഇൻ വൺ പോയിന്റ് ഓഫ് ഓർ അതർ അല്ലെ. മൊറാലിറ്റിയെ കുറിച്ച് വളരെ പ്രഭാഷണം നടത്തുന്ന പല ആൾക്കാരും മോറലി അപ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാവില്ല അല്ലേ. അധ്വാനത്തെക്കുറിച്ച് വളരെ വലിയ പ്രഭാഷണം നടത്തുന്ന ആൾക്കാർ മടിയന്മാരായിട്ട് ഇരിക്കുന്ന അവസ്ഥ. ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് എ ഹിപ്പോക്രസി. നമ്മളിങ്ങനെ വാക്കുകളിലൂടെയും പ്രഭാഷണത്തിലൂടെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസിൻസിയറിറ്റി, ഡിസീറ്റ് ഓർ പ്രിറ്റൻസ് ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് ആർ സിൻസിയറിറ്റി, ഓണസ്റ്റ്, ഇൻറ്റഗ്രിറ്റി അല്ലേ. ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരും. റാഡിക്കൽ, റാഡിക്കൽ ആയിട്ടുള്ള, റെവല്യൂഷണറി എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അപ്രോച്ച് ത്രൂ ഫണ്ടമെൻ്റൽ ഓർ എക്സ്ട്രീം ഇൻ അപ്രോച്ച് ഓർ ചേഞ്ചസ് കോൾഡ് ആസ് റാഡിക്കൽ. ഓക്കെ. റാഡിക്കൽ ചേഞ്ചസ് എന്ന് നമ്മൾ പറയാറുണ്ട്. റെവല്യൂഷണറി, ഡ്രാസ്റ്റിക് ആൻഡ് എക്സ്ട്രീം ആയിട്ടുള്ള ചേഞ്ചസിന് റാഡിക്കൽ എന്ന് പറയും. ആൻറ്റണിംസ് എന്താണ്? വളരെ മോഡറേറ്റ്, കൺസർവേറ്റീവ്, കൺവെൻഷണൽ ആയിട്ടുള്ളതിനെ നമ്മൾ ആൻറ്റണിംസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ലീഷ്, ഇവിടെ ഫിഗറേറ്റീവ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഒരു കൺട്രോൾ വെക്കുന്ന അവസ്ഥ. നമുക്കറിയാം ലീഷ് നമ്മൾ എന്തിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡോഗ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ലീഷ് ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറയും. ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് എ കൺട്രോൾ അല്ലേ. ഡോഗിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഷ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ ഓർ റെസ്ട്രിക്ഷൻ ഓവർ സമ്മൺസ് ആക്ഷൻ ഇസ് കോൾഡ് ആസ് എ ലീഷ്. ഓക്കെ. റെസ്ട്രെയിൻ, കൺട്രോൾ, ലിമിറ്റേഷൻ ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് എന്താണ്? ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി അല്ലേ. ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാം. ഇംപ്യൂട്ടിംഗ്, ഇംപ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിംഗ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബ്ലെയിം. ഇസ്ന്റ് ഇറ്റ്? ആസ്ക്രൈബിംഗ്, ബ്ലെയിമിംഗ്, ചാർജിങ് ഇതെല്ലാം ഇംപ്യൂട്ടിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്, സിനോണിംസ് ആണ്. ഇനി അതല്ല, ഫ്രീ ആക്കുക, ക്ലിയർ ചെയ്ത് വിടുന്നതിന് എക്സോണറേറ്റിംഗ്, അബ്സോൾവിങ് ആൻഡ് ക്ലിയറിംഗ് ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും വരും. ഓക്കെ.
എംബ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ എംബ്ലം നമുക്കറിയാം അല്ലേ, അശോക സ്തംഭ ഇസ്ന്റ് ഇറ്റ്, അതൊരു എംബ്ലം ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഇസ്ന്റ് ഇറ്റ്. സോ ഇറ്റ്സ് എ സിംബോളിക് റെപ്രസെന്റിങ് സംതിങ് ലാർജ്. എന്തിനെയാണത് ലാർജ് ആയിട്ടുള്ള ഒരു വലിയ തോട്ടിനെ നമ്മൾ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ എംബ്ലംസ് അല്ലെങ്കിൽ എന്താ പറയുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ സിംബോളിക്, റെപ്രസെന്റേറ്റീവ്, ഇല്ലസ്ട്രേറ്റീവ് ആർ ഇറ്റ് സിനോണിംസ്. എന്നാൽ അൺറെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. മൈൽ സ്റ്റോൺസ് അല്ലെ, നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺ എന്താണ്? നിർബന്ധമായിട്ടും ഒരു ജോലി. അടുത്ത മൈൽ സ്റ്റോൺ നിങ്ങൾക്ക്, നമ്മളെപ്പോഴും ഷോർട്ട് ടേം പ്ലാൻസ്, ഒരുപാട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പ്ലാൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി സൂക്ഷിക്കുകയും വേണം അല്ലേ. അച്ചീവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടിക്കിട്ട് പോവുക, ഞാനത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം പ്ലാൻസ് എന്താണ്? എൻ്റെ സ്റ്റഡി സ്കെഡ്യൂൾ ഇസ് മൈ ഷോർട്ട് ടേം പ്ലാൻ അല്ലേ. എന്നിട്ട് ഞാൻ എത്തിച്ചേരേണ്ട സ്റ്റെപ്പ് എവിടെയാണ്? നമ്മളിങ്ങനെ ലാഡർ കയറിക്കൊണ്ടിരിക്കുക, ഒരിക്കലും ഇറങ്ങി വരരുത്, നിങ്ങൾ കയറിക്കൊണ്ടേ ഇരിക്കുക ഇസ്ന്റ് ഇറ്റ്. ലാഡർ ഇറങ്ങേണ്ട അവസ്ഥ നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവരുതെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, സോ ലാഡർ കയറി നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഫസ്റ്റ് എന്താണ്? നിങ്ങൾക്ക് നല്ലൊരു ജോലി സെക്യൂർ ആക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. ഇറ്റ്സ് എ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. അത് മാത്രം മതിയോ? അല്ല, നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പല ആൾക്കാരും എന്ത് പറ്റുമെന്ന് അറിയാമോ? ഞാൻ കണ്ടേക്കുന്ന ഒരു അവസ്ഥയിലെ കാര്യം പറയുകയാണ്. ഒരാളൊരു ജോലി കയറി കഴിഞ്ഞാൽ ഷീ ഓർ ഹീ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ് ജോബ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കണം, ഇതിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആൾക്കാർ. സോ ഞാനെപ്പോഴും പറയും, പൊട്ടക്കിണറ്റ് കിടക്കുന്ന ഒരു തവള ആവരുത് നമ്മൾ. ഓക്കെ, ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തു അല്ലേ, എനിക്ക് എൻ്റെ കപ്പാസിറ്റി കേപ്പബിലിറ്റി ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഇന്നടുത്ത് മാത്രം പഠിപ്പിച്ചാൽ മതി, ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അത് മാത്രം മതി. എന്നാൽ എനിക്ക് കഴിവുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ടാകും, അവിടെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞാൻ നല്ലൊരു പ്രഭാഷകയാണെങ്കിൽ അതുകൂടെ ഇതിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാം. ആ ജോലി കളഞ്ഞിട്ട് ഇതിന് പോകണമെന്നല്ല, മനസ്സിലായോ അല്ലേ? ഞാനൊരു എഴുത്തുകാരിയാണ് എങ്കിൽ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അണ്ടർസ്റ്റുഡ്? എന്നാൽ ഞാൻ നല്ല രീതിയിൽ വേറെ എന്താ പറയുക, ഒരു പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ് എടുക്കുന്ന ആളാണ് എങ്കിൽ എനിക്ക് അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം ഇതിൻ്റെ ഒപ്പം. സോ പല ഏരിയാസ് നമുക്കുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ അച്ചീവ് ചെയ്യുന്നില്ല, ഇത് മതി എന്നോർത്ത് നമ്മളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആവും. അതാണ് ഒരു ഹ്യൂമൻ ടെൻഡൻസി ആണത് അല്ലേ. അത് ഇല്ലാതാക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരിക്കലും സെറ്റ് ചെയ്യാതിരിക്കുക. ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. വൺസ് യു ബ്രേക്ക് ഇറ്റ്, യു നോ, നമ്മൾക്ക് ചാലഞ്ചസ് ഏറ്റെടുക്കാൻ ഭയങ്കര കഴിവായിരിക്കും. ടു ഡു ലിസ്റ്റ്, കറക്റ്റ് ആദർശ്, ടു ഡു ലിസ്റ്റ്, യെസ്, ലൈക്ക് മൈൽ സ്റ്റോൺ അല്ലേ. നമ്മൾ എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തിടും, എന്നിട്ട് എഴുതി ടിക്ക് ചെയ്ത് പോകും. കാരണം മറന്നു പോകാന്നുള്ളൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടും, അത് മാത്രമല്ല എന്താ പറയുക, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. നമ്മുടെ ജോലി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കുറഞ്ഞ് ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥ. അപ്പോൾ വീൽ ഫീൽ സോ ഹാപ്പി. ഓക്കെ, സോ ആ ഷെല്ല്, നമ്മളൊരു മുട്ടയുടെ തോടിനകത്താണ് ഇരിക്കുന്നത്. ആ ഷെല്ല് ഇങ്ങനെ പതുക്കെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേൾഡ്. ഓക്കെ, സോ ബ്രേക്ക് ഓൾ ദോസ് ചെയിൻസ്, ഓൾ ദോസ് ഷാക്കിൾസ്, കം ഔട്ട് അല്ലേ, ആൻഡ് എക്സ്പ്ലോർ മോർ തിങ്സ്. ഇപ്പോൾ ജോലി കിട്ടുന്നത് ഇസ് നോട്ട് ദ അൾട്ടിമേറ്റം. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ വാസ് ടെല്ലിങ്. സോ ലാൻഡ് മാർക്ക്, അച്ചീവ്മെൻറ്റ്, ടേണിംഗ് പോയിന്റ്, ഇതെല്ലാം സിനോണിംസ് ആണ്. ആന്റണിംസ് എന്താണ്? മൈനർ ഈവൻറ്റ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ട്രിവിയാലിറ്റി. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്സ് ആന്റണിംസ്. എന്തുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അഡീഷണലി പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കണ്ടുവന്നതുമായുള്ള പല കാര്യങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ ആവാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, നമ്മുടെ എഡിറ്റോറിയലിൻ്റെ കോണ്ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റംബർ 2023 നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയേക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ റെലവെൻറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം. ഓക്കെ, സെപ്റ്റംബർ 2023. ഇതിനോട് ഞാൻ കൂട്ടി വായിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറയാം. ഓക്കെ, സെപ്റ്റംബർ 2023 G77+ ചൈന സമ്മിറ്റ് അദ്ദേഹം ഹവാന ക്യൂബയിൽ അറ്റൻഡ് ചെയ്തിട്ട് വരുമ്പോൾ പ്രസിഡന്റ് റാനിൽ വിക്രമസിംഘെ അദ്ദേഹം എന്ത് ചെയ്തു? UK ഒരു സ്റ്റോപ്പ് ഓവർ നടത്തി. അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഓണർ ചെയ്യുന്ന പ്രൊഫസർ മൈത്രി വിക്രമസിംഘയെ അവിടെ ഓണർ ചെയ്യുന്ന ഒരു ഈവൻ്റ് ആയിരുന്നു അത്. ഓക്കെ, പക്ഷേ അവിടെ അങ്ങനെ ഒരു അദ്ദേഹം ഹോൾട്ട് നടത്തിയതിന് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ പറയുന്നത് അദ്ദേഹം 16.2 മില്യൺ ശ്രീലങ്കൻ റുപ്പീസ്, അതായത് നിയർലി $50,000
അവിടെ പേഴ്സണൽ ട്രിപ്പിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അതൊരു പബ്ലിക് ഫണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കോണ്ടെക്സ്റ്റിൽ നമ്മളുടെ ആരാണ് മന്ത്രിമാരും പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓൾ ദ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്സ് ഒരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എന്താ പറയുക ചെലവ് കൂടി വെദർ ദ കോമൺ പീപ്പിൾ ഹാവ് ടു ബെയർ, അല്ലെ നമ്മളാണോ സഹിക്കേണ്ടത്? നമ്മൾ ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണോ അത് മേടിക്കേണ്ടത്, അതോ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുത്താണോ ചിലവാക്കേണ്ടത്? ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2025 ഇതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴത്തെ റെലവൻസി അത് എഴുതാനായിട്ട്. ഓഗസ്റ്റ് മാസം 2025 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ്? മിസ്യൂസ് ഓഫ് പബ്ലിക് ഫണ്ട് എന്ന് പറഞ്ഞ് 4 ദിവസം, ഒന്ന് ആലോചിച്ച് നോക്കണം, ഫോമർ പ്രസിഡന്റ് ആണ്. ഫോർ പാസ്റ്റ് 4 days, നോട്ട് ഫോർ ദ നെക്സ്റ്റ് 4 days അദ്ദേഹം എന്ത് ചെയ്തു? ഡീറ്റെയിൻ ചെയ്യപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഓക്കെ, ബെയിലിൽ ലേറ്റർ ഓൺ വിട്ടയക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എഡിറ്റോറിയൽ പറയുന്നത് എന്താ പറയുക, ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇത് കറപ്ഷൻ്റെ ഭാഗമായിട്ടും എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, എലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജും അല്ലേ, അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചിലപ്പം ഒരു മൂവി, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ മൂവി, ഞാൻ OTT എന്തോ കണ്ടേ, പക്ഷെ സിനിമയുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഇറ്റ് ഈസ് എ മലയാളം മൂവി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ശ്രീലങ്കൻ കോണ്ടെക്സ്റ്റ്. അവിടെയുള്ള സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, റോഷൻ ആണെന്ന് തോന്നുന്നു, റോഷൻ ആൻഡ് what is the name of that girl, what is it, ദർശൻ, ഐ തിങ്ക് ഇവരാണ് അഭിനയിച്ചത്. സോ ഒരു കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു. പക്ഷേ അത് വേറെ ഞാൻ കണ്ടില്ല, OTT പ്ലാറ്റ്ഫോമിലാണ് കണ്ടത്. അപ്പം അതിനകത്ത് അവർ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര, നമുക്കവിടെ ശ്രീലങ്ക ഇസ് ജസ്റ്റ് ലൈക്ക് കേരള അല്ലെ തമിഴ്നാട് പോലെ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പോകുമ്പം നമ്മളുമായിട്ട് വളരെ കൾച്ചറലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ഇസ്ന്റ് ഇറ്റ്? സോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. ഇനി ഇതിനോട് കൂട്ടി വായിക്കാൻ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ എഴുതിയത് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആര് വന്നാലും, വല്ല കാലത്തും ബ്രദർ മാത്രമാണ് വരുന്നത്, വന്നു കഴിഞ്ഞാൽ ഫുൾ ചെലവ് അദ്ദേഹം എടുക്കും രാഷ്ട്രപതി ഭവനിൽ നിൽക്കാനുള്ള. ഓക്കെ, സോ ഈ ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ജേർണലിസ്റ്റ്, ഇദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിക്കുകയാണ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിക്കുമ്പം ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രപതി ഭവനിലെത്തുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, സർ എനിക്ക് ഐ വോണ്ട് ടു സീ ദ റൂംസ്, എനിക്ക് ഇവിടുത്തെ മുറികളൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പം ഡോക്ടർ കലാം പറഞ്ഞു, വൈ നോട്ട്, നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ലിമിറ്റഡ് റൂംസ് മാത്രമേ ഓപ്പൺഡ് ഉള്ളൂ. ലൈക്ക് ലൈബ്രറി വാസ് ഓൾവേസ് ഓപ്പൺഡ്, 24/7 ഇറ്റ് വാസ് ഓപ്പൺഡ് എന്നുള്ള രീതിയിൽ. പിന്നെ ഡൈനിങ് ഹാള്, ഒരു ബെഡ്റൂം, അങ്ങനെ മാത്രം ഓപ്പൺഡ്. എന്നിട്ട് ബാക്കിയുള്ള രാഷ്ട്രപതി ഭവനിലെ ഓരോ മുറികൾ കാണുമ്പോഴും ഒരു കുഞ്ഞു കുട്ടി തൻ്റെ ഡോൾ ഹൗസ് കാണുന്ന അതേ എക്സൈറ്റ്മെൻറ്റോടു കൂടി ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആ മുറികൾ തുറന്ന് കണ്ടിരുന്നത് എന്ന് അദ്ദേഹം മെൻഷൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് അതായത് അത്ര ടെന്യൂർ അവസാനിക്കാറായി, 5 കൊല്ലം കഴിയാറായി. ആ 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരിക്കൽ പോലും അതൊന്നും ബോധർ ചെയ്തിട്ടില്ല അല്ലേ. അങ്ങനെയും എന്താണ് രാഷ്ട്രപതിമാർ ഈ ലോകത്തിൽ ഉണ്ട്. കൂടുതൽ പേരും എന്താണ്, തനിക്ക് കിട്ടുന്ന പ്രിവിലേജസ് ആൻഡ് ലക്സറി ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ അവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒന്നുമില്ല അല്ലേ. അദ്ദേഹത്തിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഹി ഹാസ് ഓൺലി ഹിസ് എ ഫ്യൂ സഫാരി സൂട്ട് അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഇഷ്ടം പോലെ പുസ്തകങ്ങളും. ആ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു ഇല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിൽ ദ കോളേജ് ബിഫോർ ഐ വർക്ക്ഡ്, അവിടെ വന്നിട്ട് അവർ കുറേ പുസ്തകങ്ങൾ അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്, ഇസ്ന്റ് ഇറ്റ്? സോ അദ്ദേഹം വരുന്ന സമയത്ത് ഹി ഈസ് ജസ്റ്റ് ഗിവിങ്, സ്പ്രെഡിങ് നോളജ്, അതിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ. യെസ്. സോ റിയാക്ഷൻസ് ടു ദ അറസ്റ്റ്, എന്തായിരുന്നു ഇതിൻ്റെ ഒരു റിയാക്ഷൻ? ഓബ്വിയസ്ലി രണ്ട് എന്താ പറയുക സൈഡ് ഉണ്ടാവും അല്ലേ. അതിലൊരു സൈഡിൽ അവരെ സപ്പോർട്ട് ചെയ്തു,
that ഈ ഒരു ചാർജസ് എല്ലാം ട്രിവിയൽ മീൻസ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ അല്ലേ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിന് ഈ വക പേർക്സ്, അതായത് ഈ പൈസ 16.2 million ശ്രീലങ്കൻ മണി യൂസ് ചെയ്യാം. ഹി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഹിസ് പേഴ്സണൽ ട്രിപ്സ്. അപ്പോൾ സപ്പോർട്ടേഴ്സ് എന്ത് ചെയ്തു, 2025 August 26 അദ്ദേഹത്തിൻ്റെ റിലീസ് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വളരെ റാലിയും വളരെ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇനി ലീഗൽ ഡിഫൻസ് എന്താ ചെയ്തത്, ഇത് മണി വാസ് ടാക്സ് പേയേഴ്സ് ഫണ്ട്, ടാക്സ് പേയേഴ്സിൻ്റെ മണിയാണിത്, ശരിയാണ്. പക്ഷേ ലീഗലി പെർമിസിബിൾ ഫോർ ദ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്റർനാഷണൽ റിയാക്ഷൻസ് എന്തായിരുന്നു, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൊളിറ്റിക്കൽ അലൈസ് ഫ്രം കൺട്രീസ് ലൈക്ക് ഇന്ത്യ, മാൽദീവ്സ്, ഈ വക രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം, നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യമെല്ലാം ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ കൺസേൺ രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇത് ഒരു ഫ്ലാഷ് പോയിന്റ് ഇൻ ഡിബേറ്റ് ആയി മാറിയിരിക്കുകയാണ്. അതായത് അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ ഫേവറിറ്റിസം, ഇതെല്ലാം എന്താണ്, ഹൈലൈറ്റിംഗ് ടെൻഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് എലീറ്റ് പ്രിവിലേജ്. എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജ് അല്ലെ, അവർക്ക് കിട്ടുന്ന നിയമ സംരക്ഷകം അല്ലെ, ഇസ്ന്റ് ഇറ്റ്, പരിരക്ഷ, നിയമ പരിരക്ഷ, ഇതെല്ലാത്തിനും നമ്മൾ എന്താ പൊളിറ്റിക്കൽ ഫേവറിസം ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാം എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഇനി അവർ പറയുന്ന ഈ എഴുത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ 16.2 million രൂപ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ശ്രീലങ്കൻ ആൾക്കാർക്ക് ഹോംസ്, ദേ ക്യാൻ ബൈ ഹൗസസ്, എഡ്യൂക്കേഷന് ഫണ്ട് ചെയ്യാമായിരുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, അവരുടെ ലോൺസ് ഒക്കെ അടച്ചു തീർക്കാമായിരുന്നു, ഫിഷിംഗ് ലൈവ്ലിഹുഡ് സപ്പോർട്ട് ചെയ്യാമായിരുന്നു അല്ലേ. ഒരു യാത്രയിൽ പൊടിച്ചു തീർത്ത 16.2 million ശ്രീലങ്കൻ റുപ്പീസ്, അതിൻ്റെ വിലയാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായോ? അപ്പം നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മളുടെ മിനിസ്റ്റേഴ്സ് പോകുമ്പോൾ, ഇസ്ന്റ് ഇറ്റ്, നമ്മൾ ഇന്ന് വളരെ ശ്രദ്ധിച്ച് സിനിമ മൂവീസിനെയൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല ആൾക്കാരും ഇന്നത്തെ ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ കൂടെയുള്ള സ്റ്റാഫിനെ കൂടെ തീറ്റി പോറ്റാൻ പറ്റത്തില്ല എന്നുള്ളൊരു വലിയൊരു സ്റ്റാൻഡ് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. വലിയ വലിയ മൂവീസിൽ നിന്നും അവരെ റിമൂവ് ചെയ്യുന്ന ആ രീതിയിൽ വരെ. അപ്പോൾ നമ്മുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ വേറൊരു കൺട്രി വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇത് അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്ക് പോയി 16.2 million അവിടെ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. ഇറ്റ് ഈസ് അലോങ് വിത്ത് ഹിസ് എന്താ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ട്രാവൽ എക്സ്പെൻസ്, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ്, ഇസ്ന്റ് ഇറ്റ്, എല്ലാം അവിടെ നമ്മൾ എടുത്താണ് നോക്കുന്നത്. ഓക്കെ, സോ അതായത് ഒരു സാധാരണ ഒരു ഹൗസ് ഹോൾഡിന് 18 കൊല്ലം പോലും വർക്ക് ചെയ്താൽ പോലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ. സോ ഒറ്റ ദിവസം, ഒറ്റ യാത്ര, നമുക്കത് ആലോചിക്കുമ്പോഴാണ് വിഷമം വരിക. സോ പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഓവർവെൽമിംഗ് ആയിരുന്നു ബിക്കോസ് ഓഫ് ഇക്കണോമിക് ഡിസ്പാരിറ്റി ആൻഡ് പ്രയർ ഹിസ്റ്ററി ഓഫ് എലീറ്റ് ഇംപ്യൂണിറ്റി. ഇത് ശ്രീലങ്കയിൽ ആദ്യത്തെ ഇൻസിഡൻ്റ് അല്ല. അത് കാരണം തന്നെ പബ്ലിക് ഔട്ട്റേജ് നല്ലോണം ഉണ്ടായി അല്ലേ, അവർ പ്രതിഷേധിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇക്കണോമിക് ഡിസ്പാരിറ്റി, ഡിഫറൻസസ് അവിടെ നിലനിൽക്കുന്ന, യെസ് കറക്റ്റ്, മിസ്യൂസ്, നിലനിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അവരെന്ത് സംഭവിക്കുകയാണ്, അതുപോലെ ഒരു ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ കൂടുതലാണ്. ഇതുപോലുള്ള ഇൻസ്റ്റൻസസ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് ഇത് അവർക്ക് വളരെയധികം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ദാറ്റ് മീൻസ് പീപ്പിൾ കെയിം ഇൻ ടു ദ റോഡ്സ്. വെൽത്തി പൊളിറ്റീഷ്യൻസ് ആർ ഇൻക്രീസിംഗ്ലി ബീയിങ് സ്ക്രൂട്ടനൈസ്ഡ് ബൈ ദ പബ്ലിക് അല്ലേ. വെൽത്തി ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് നമ്മളുടെ ഇടയിലും ഉണ്ട്, സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ്. എന്നാൽ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു ഫോർമർ MLA ആയിരുന്നു. ഓക്കെ, ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്മരണ എല്ലാ കൊല്ലവും ആചരിക്കുന്നുണ്ട് കേട്ടോ ആ ദിവസം. അപ്പം അദ്ദേഹം ഒരു നല്ല MLA ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്, ഇസ്ന്റ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്തോരം MLAs കഴിഞ്ഞു പോകുന്നു, അവരെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഓർക്കാറെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ ശവം അടക്കാനുള്ള പൈസ പോലും ഫാമിലിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് മീൻസ് ഹീസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ അല്ലേ. പലവരും സ്വന്തം കീശ വീർപ്പിക്കുമ്പോൾ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ക്രിമേറ്റ് ചെയ്യാൻ, ഒബ്വിയസ്ലി MLA ആകുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് എടുത്തോളും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് പോലുമുള്ള ഒരു സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ കാലത്ത് പബ്ലിക് എന്താണ് ചെയ്യുന്നത്, പൊളിറ്റീഷ്യൻസ് എസ്പെഷ്യലി വെൽത്തി പൊളിറ്റീഷ്യൻസിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, ഇസ്ന്റ് ഇറ്റ്, അവരെ ഒബ്സർവ് ചെയ്യുക, ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക.
ഇനി ഇതുപോലെ മിസ്യൂസ് ഓഫ് പബ്ലിക് റിസോഴ്സസ്, എന്തൊക്കെ ലീഗൽ ടെക്നിക്കാലിറ്റീസ് പറഞ്ഞാലും പബ്ലിക് റിസോഴ്സസ് മിസ്യൂസ് ചെയ്യുന്നതിനെ അവരൊരിക്കലും എൻകറേജ് ചെയ്യുന്നില്ല. ഹിസ്റ്റോറിക്കൽ കോൺടെസ്റ്റ് പറയുകയാണ്, ഒരു മാസ് പ്രൊട്ടസ്റ്റ് ജൂലൈ 2022 നടത്തുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ സമയത്താണ് പ്രസിഡന്റ് ഇവിടുന്ന് എക്സൈൽ ചെയ്യേണ്ടി വന്നു, ഇവിടുന്ന് ഓടിപ്പോണ്ടി വന്നു അല്ലെ, ശ്രീലങ്കയിൽ നിന്ന്. ആ സമയത്ത് നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ് ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഫുൾ ബംഗ്ലോ, isn't it, presidential ബംഗ്ലോയിൽ, ഐ ഡോണ്ട് നോ വാട്ട് ഡു വി കോൾ ഇറ്റ്, അവര് ആ ഒരു സ്ഥലം മുഴുവൻ കയ്യേറുന്ന ഒരു അവസ്ഥ, isn't it? അന്ന് അദ്ദേഹം പ്രസിഡൻഷ്യൽ അല്ല, അത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആസ് പ്രൈം മിനിസ്റ്റർ ഫേസ് പബ്ലിക് പ്രൊട്ടസ്റ്റ് അറ്റ് ഹിസ് ഓഫീസ് ഇൻ കൊളംബോ. പ്രൊട്ടസ്റ്റേഴ്സ് എംഫസൈസ് ചെയ്ത് എന്താണ്, പബ്ലിക് പ്രോപ്പർട്ടി റെസ്പെക്ട് ചെയ്യാം, ഗ്രോയിങ് സിവിക് അവയർനെസ് ആൻഡ് ഡിമാൻഡ്സ് ഫോർ അക്കൗണ്ടബിലിറ്റി. അന്ന് അവരവിടെ നശിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, വി ഓഫ് ദ റെസ്പോൺസിബിലിറ്റി, ഞങ്ങൾക്കറിയാം ഞങ്ങൾ നശിപ്പിക്കുന്ന ഞങ്ങളുടെ തന്നെ ടാക്സ് പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് കൊണ്ട് കെട്ടിപ്പടുത്ത സാധനം തന്നെയാണ്. ഇത് തന്നെയാണ് നേപ്പാളിലും ചെയ്തത് അല്ലേ, isn't it? അപ്പൊ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരുപാട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. സോ ആ സമയത്ത് അദ്ദേഹം ഫാസിസ്റ്റ് എന്ന് വിളിക്കാനാണ് മുതിർന്നത്. അതായത് പബ്ലിക് സെന്റിമെന്റ്സിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കാനും അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിക്രമസിംഹെ മുതിർന്നില്ല. ആന്റി കറപ്ഷൻ വേവ് എന്താണ് എന്നാണ് പറയുന്നത്. ശ്രീലങ്കയിലെ കാര്യമാണ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. 2015 വിക്രമസിംഹെ became the prime minister on the wave of anti corruption sentiments. ആന്റി കറപ്ഷൻ സെന്റിമെന്റ്സിന്റെ പേരിലാണ് വിക്രമസിംഹെ 2015 പ്രസിഡന്റ് ആകുന്നത്. ഓക്കെ, ഗോഡാബായ രാജപക്ഷ പ്രസിഡൻസി, അവിടെയാണ് എന്താ പറയുക, കോൾ ഫോർ അക്കൗണ്ടബിലിറ്റി അല്ലെ, ലീഡ് ഓഫ് ഹിസ് റിമൂവൽ ആമിഡ് ഇക്കണോമിക് ക്രൈസിസ്. ഈ ഇക്കണോമിക് ക്രൈസിസിന്റെ ഇടയിലാണെങ്കിലും അദ്ദേഹത്തെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, isn't it? ഇതാണ് അവരുടെ പ്രസിഡൻസിയുടെ പേര് കേട്ടോ, ഗോതാബായ രാജപക്ഷ പ്രസിഡൻസി. സോ ലോങ് ടേം ട്രെൻഡ് ഓഫ് റൈസിംഗ് പബ്ലിക് സ്ക്രൂട്ടനി ഓവർ ഇലൈറ്റ് മിസ്യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ശ്രീലങ്ക, അതായിരുന്നു അദ്ദേഹത്തെ നീക്കം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. ഓക്കെ, അതായത് ലോങ് ടേം ആയിട്ട്, വളരെ നീണ്ട കാലമായിട്ട് പബ്ലിക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം മിസ്യൂസസ് ലൈറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ രാജ്യത്ത് നടത്തുന്നു. സിറ്റിസൺസ് എന്ത് ചെയ്യാണ്, ഇതിന് ഈ ഓരോ ചെലവിനും എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നതിനും കണക്ക് പറയണം എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്? വിക്രമസിംഹയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ന്യൂട്രൽ ആണ് ഇൻ എഫക്റ്റ്. ആക്ച്വലി അത് നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്നൊന്നും അല്ല. ഓക്കെ, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, 2024 ഒരു കാലത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി 2024 തേർഡ് പൊസിഷനിലാണ് വരുന്നത്. 225 പാർലമെന്ററി സീറ്റ് ഉള്ളിടത്ത് 6 എണ്ണം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ഓക്കെ, ഇനി NPP ഗവൺമെന്റ്, നാഷണൽ പീപ്പിൾസ് പവർ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആകുകയാണ്. അവര് പവർഫുൾ ആൻഡ് അക്കൗണ്ടബിൾ ആകാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. ഇനി അവരിലും ഉണ്ട് ഫോർമർ പ്രസിഡൻസ് രാജപക്ഷാസ് അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരിലും അവർക്കും സ്ക്രൂട്ടനി ഡെഫിനറ്റ്ലി വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മിസ്മാനേജ്മെന്റും അവിടെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അവരുടെ ഓൾറെഡി ഇപ്പൊ തന്നെ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കാണാം, അവരിലും 2 മിനിസ്റ്റേഴ്സ് ഫ്രോഡും കറപ്ഷനും ഉണ്ട് എന്ന് ഓൾറെഡി അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണ്. ഓക്കെ, സോ അക്കൗണ്ടബിലിറ്റി ഈക്വലി അക്രോസ് പൊളിറ്റീഷ്യൻസ് അല്ലെ, NPP ആണെങ്കിലും NPP MPs ആണെങ്കിലും അല്ല, ഏത് പക്ഷത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ, വെദർ ഇറ്റ് ഇസ് എന്താ പറയുക, ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന ആൾക്കാർ, റൂളിംഗ് പാർട്ടി ഓർ ദ ഓപ്പോസിഷൻ പാർട്ടി, അതിനകത്തുള്ള MPസും MLAസും എല്ലാവർക്കും എന്തുണ്ട്, ഇവർ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. നമ്മൾ ചെലവാക്കുന്ന പൈസയുടെ അക്കൗണ്ടബിലിറ്റി ദേ ഹാവ് ടു ടേക്ക് ഇറ്റ്. ഇതൊക്കെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലെ. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധഡ് ആവുന്നില്ല എന്നുള്ളത് വളരെ ഒരു ട്രിഗറിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്, isn't it? എന്തോരം പൈസയാണ് ഇതുപോലെ ചുമ്മാ പോയി ചെലവഴിച്ച് കളയുന്നത്. അവിടെ സ്റ്റഡിക്ക് പോകുന്നു, ഇവിടെ സ്റ്റഡിക്ക് പോകുന്നു, വേണം വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു ഇംപ്ലിമെന്റേഷൻ നാടിന് നന്നാവുന്ന രീതിയിൽ എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ അല്ലെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സോ സീരിയസ് ആയിട്ടുള്ള കറപ്ഷൻ കേസസ് ശ്രീലങ്കയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഫോമർ ഹെൽത്ത് മിനിസ്റ്റർ വലിയൊരു സ്കാമിലാണ് പെട്ടത്. 144 മില്യൺ ശ്രീലങ്കൻ റുപ്പീസിന്റെ മെഡിക്കൽ സ്കാം. രണ്ടാമത്തത് ഒരു എക്സ്പോർട്ടിംഗ് ഫോറിൻ കറൻസി. ഈ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ഫോറിൻ കറൻസി എക്സ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു അലിഗേഷനും നിലനിൽക്കുന്നു. ഓക്കെ,
സോ സിംബോളിക് സിഗ്നിഫിക്കൻറ്റ് ഓഫ് ടാർഗറ്റിംഗ് എ ഫോമർ പ്രസിഡന്റ് ഇസ് ഹൈ അല്ലേ. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ. ഈവൻ ഇഫ് ദ ചേഞ്ചസ് ആർ മൈനർ, അറസ്റ്റ് സിഗ്നൽസ് എ ന്യൂ ഇറ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ എലിറ്റ്സ് അല്ലെ. ചാർജസ്, അറസ്റ്റിൽ ഉണ്ടാകുന്ന ചാർജസ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള, വളരെ ചെറിയ ചാർജസ് ആണ്, വലിയ കാലത്തൊന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എലീറ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഫോർമർ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടാമെങ്കിൽ എനിക്കും അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മനസ്സിലാക്കണം. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കോർ തീംസ് ഇതെല്ലാമാണ്. ഇലൈറ്റ് ഇംപ്യൂണിറ്റി ആൻഡ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. നമുക്കറിയാം ഫോമർ പ്രസിഡൻസ്, ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് എല്ലാവരും പ്രിവിലേജ് എൻജോയ് ചെയ്യുന്നവരാണ്. പബ്ലിക്കിന്റെ സെന്റിമെന്റ് എന്താണ്? സ്ക്രൂട്ടനി ഓഫ് ഇലൈറ്റ് എക്സ്പെൻഡിച്ചർ. ഇവർ ചെലവാക്കുന്ന കാശിന്റെ സ്ക്രൂട്ടനി നടത്തണം. പബ്ലിക് പെർസെപ്ഷൻ മാറ്റേഴ്സ്. എന്താണ്? ഒരു ഫെയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇതിൽ കൃത്യമായിട്ട് കൊണ്ടുവരിക. അതുപോലെ പൊളിറ്റിക്കൽ എക്സ്പെരിമെന്റേഷൻ ആൻഡ് റിസ്ക്. എന്താണ്? ഇതെല്ലാം ഈ ഒരു NPP is testing its capacity to enforce accountability അല്ലേ. ഇപ്പം എന്താണ്, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്കും സ്വന്തമായിട്ടൊരു ബാക്ക്ലാഷ് അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സ്പോഷർ ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെ ആരെങ്കിലുമൊക്കെ MPസും MLAസും ഇതുപോലെ കറപ്റ്റഡ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. ഡെവലപ്പിംഗ്, ഒരാൾ കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ മുഴുവൻ പാർട്ടിയും കറപ്റ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മളെല്ലാവരും അല്ലേ. ഒരാൾ ചെയ്യുന്നു അപ്പോൾ മറ്റാളും ചെയ്തുകൂടായികയില്ലല്ലോ അല്ലേ. യെസ്. സോ ഡെവലപ്പിംഗ് ഡെമോക്രസി. ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി ആവുകയാണ്. എക്സാമ്പിൾ സെറ്റ് ചെയ്യാണ്. സോ ദേ ചാലഞ്ച് കറപ്ഷൻ ആൻഡ് അസേർട്ട് ഇൻഫ്ലുവൻസ് ഓവർ പൊളിറ്റിക്കൽ ബിഹേവിയർ. കറപ്ഷനെ അവരെന്ത് ചെയ്യാണ്, അവർ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കറപ്ഷന് അതെങ്ങനെയാ, നമ്മുടെ കാര്യം നടന്നില്ലേ നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. ഇന്നും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. KSEB ഇസ്ന്റ് ഇറ്റ്, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ലേ നമ്മൾ അപ്പം പൈസ എടുത്ത് കൊടുക്കും. ഇസ്ന്റ് ഇറ്റ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അത് കറപ്ഷൻ, ഞാൻ എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിന്ന് പോവുക പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് കറപ്ഷന് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. ഇസ്ന്റ് ഇറ്റ്. നെക്സ്റ്റ് വൺ, എഡിറ്റോറിയലിന്റെ ടോൺ ആൻഡ് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അനലിറ്റിക്കൽ, ഇൻഫോർമേറ്റീവ് ആൻഡ് മൈൽഡ്ലി കോഷണറി ആണ്. ഇത് ഈ ശ്രീലങ്കയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു എഡിറ്റോറിയൽ. ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾ ഓവർ ദ വേൾഡ് അല്ലെ. എല്ലാവർക്കും ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഹൂ ഈസ് ഹാവിംഗ് ഡെമോക്രസി. ബാലൻസ് സിമ്പത്തി ഫോർ പബ്ലിക് സെന്റിമെന്റ്സ്, അക്നോളജിങ് പൊളിറ്റിക്കൽ കോംപ്ലക്സിറ്റി. പബ്ലിക് സെന്റിമെന്റ്സിനെ സിമ്പത്തൈസ് ചെയ്യുന്നതിനോടൊപ്പം പൊളിറ്റിക്കൽ കോംപ്ലക്സിറ്റി കൂടി അദ്ദേഹം മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ സിംബലിസം ഓവർ സ്കെയിലാണ് പറയുന്നത്. ഹൈലൈറ്റിംഗ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഇൻ ഗവേണൻസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് അറസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല, പക്ഷേ ഡെഫിനറ്റ്ലി അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളൊരു കൾച്ചറൽ ആയിട്ടുള്ളൊരു ഷിഫ്റ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടത്. അറസ്റ്റ് എന്ന് പറയുന്നത് ലീഗലി ഡിബേറ്റബിൾ ആണ് എങ്കിൽ പോലും പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ. പബ്ലിക് ഇൻടോളറൻസ് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി ആണ് ശ്രീലങ്കയിൽ എന്ന് മനസ്സിലാക്കണം. NPP ഗവൺമെൻറ് എന്ത് ചെയ്യണം, അക്കൗണ്ടബിലിറ്റി ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെയും സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട കാര്യമാണ് ഉള്ളത്. ശ്രീലങ്കൻ ഡെമോക്രസി എന്ത് ചെയ്യുന്നു, മെച്യൂർ ആയിക്കൊണ്ടിരിക്കുന്നു. മോർ ട്രാൻസ്പെറൻസി ആവശ്യപ്പെടുന്നു. സിംബലിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു മൊണിറ്ററി വാല്യൂ, അദ്ദേഹം പൈസ തിരിച്ചടക്കണം എന്നുള്ളൊരു ഇതൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഇതുപോലെ അൺചെക്ഡ് ആയിട്ടിരിക്കില്ല എന്നത് അവർ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് ഈ ഒരു എഡിറ്റോറിയൽ മെൻഷൻ ചെയ്തു പോകുന്നത്. സോ എഡിറ്റോറിയൽ എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്കെയിൽ ഓഫ് വിക്രമസിംഗെ എലിറ്റ് മിസ്യൂസ് ഇസ് സ്മോൾ റിലേറ്റീവ് ടു ദ കൺട്രി സിസ്റ്റമിക് കറപ്ഷൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു $16 മില്യൺ എന്ന് പറയുന്ന, അല്ലെ 16 മില്യൺ ശ്രീലങ്കൻ റുപ്പീസ് എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് അല്ല. വലിയ കറപ്ഷൻസ് ഉണ്ട്. 144 മില്യൺ ഒക്കെ ഉള്ളപ്പോൾ ഈ 16 എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് ആയിട്ട് വരില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇസ്ന്റ് ഇറ്റ്? പബ്ലിക് എന്തിനെ എക്സ്പെക്ട് ചെയ്യുന്നു? കൂടുതലായിട്ട് ട്രാൻസ്പെറൻസി ഉണ്ടാവുക, അക്കൗണ്ടബിലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയാനുള്ളൊരു ആർജവം ഉണ്ടാവുക. അതുപോലെ a new era of governance where even former presidents are answerable അല്ലേ. അതുകൂടെ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശേഷി ഉണ്ടാവുക. സോ എഡിറ്റോറിയൽ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് നീഡഡ്? യെസ്, ലൈക്ക് എ ലെസൺ. ഇറ്റ് ഈസ് എ ലെസൺ ടു മെനി കൺട്രീസ് അല്ലേ. നമ്മുടെ രാജ്യത്തിനും ഇതൊരു പാഠമാണ്.
ഇത് വായിക്കുമ്പോൾ കേരളത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രോസ്പെക്ട് ചെയ്യും അല്ലേ. നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ ചിന്തിക്കില്ലേ, എൻ്റെ രാജ്യത്ത് എൻ്റെ ചീഫ് മിനിസ്റ്റർ, എൻ്റെ പ്രൈം മിനിസ്റ്റർ, എൻ്റെ മിനിസ്റ്റേഴ്സ്, MPs, MLAs ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി പൈസ ധൂർത്തടിക്കുന്നില്ലേ അല്ലെ, ഇതിന് ആവശ്യത്തിനാണോ പോയത്, അക്കൗണ്ടബിൾ ആണോ, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ന്റ് ഇറ്റ്? റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. സ്റ്റോപ്പ് ഓവർ. സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ ലേ ഓവർ എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഒരു സ്ഥലത്ത് നിൽക്കുക. ഇസ്ന്റ് ഇറ്റ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. സോ സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ ലേ ഓവർ. ഇനി അലജ് മിസ്യൂസ് ഓഫ് ഫണ്ട്സ്. ഫണ്ട്സ് മിസ്യൂസ് ചെയ്യുന്നതിന് സിംഗിളായിട്ട് ഒറ്റയ്ക്ക് പറയുന്നത് നമ്മൾക്ക് എംബെലിസ്മെന്റ് എന്നുള്ളൊരു വേർഡാണ്. കറപ്ഷൻ അല്ല കേട്ടോ ഇവിടെ വരിക. ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വരും, മിസ്യൂസ് ഓഫ് ഫണ്ട്, കറപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സോ എംബെലിസ്മെന്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അറസ്റ്റ് ആൻഡ് റിമാൻഡഡ്, അതിനെയാണ് നമ്മൾ ഡീറ്റെയിൻഡ് എന്ന് പറയുക. അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ റിമാൻഡിൽ അയക്കുന്നതിന് നമ്മൾ ഡീറ്റെയിൻ ചെയ്യുക എന്ന് പറയാറുണ്ട്. പബ്ലിക് റിസെൻമെന്റ്, പബ്ലിക്കായിട്ട് അദ്ദേഹത്തിന് ഒരു എതിർപ്പ്, ഡിസ്കണ്ടന്റ് എന്ന് പറയും. പബ്ലിക് റിസെൻമെന്റ്, ഔട്ട്റേജ് കാണിക്കുന്നതിന് ഡിസ്കണ്ടന്റ് എന്ന് നമ്മൾ പറയും. എക്സസീവ് പ്രിവിലേജിനെ പറയുന്ന പേരാണ് ഇംപ്യൂണിറ്റി. എക്സസ് ആയിട്ട് അവർക്ക് കിട്ടുന്ന പ്രിവിലേജസ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെ, അതിനെ നമ്മൾ ഇംപ്യൂണിറ്റി എന്ന് പറയും. ഇത് എഡിറ്റോറിയലിന്റെ ഹെഡിങ് അങ്ങനെ തന്നെയല്ലേ, എലൈറ്റ് ഇംപ്യൂണിറ്റി. എലൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്, എലീറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഓക്കെ. ലൗഡ് പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സ് ആർ കോൾഡ് ആസ് വോസിഫറസ്. വോസിഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഉറക്കെ നമ്മൾ എന്താ പറയുക, മുദ്രാവാക്യമൊക്കെ വിളിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. ലൗഡ് പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സ് ആർ കോൾഡ് ആസ് വോസിഫറസ്. നെക്സ്റ്റ് വൺ, റാഡിക്കൽ പൊളിറ്റിക്കൽ ചേഞ്ച് അല്ലെ, ഒരു കാലാകാലങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, റെവല്യൂഷൻ എന്ന് നമ്മൾ പറയും. ഇസ്ന്റ് ഇറ്റ്? ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ റെവല്യൂഷൻ, നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഡെമോക്രസി സെറ്റ് ചെയ്തതിൻ്റെ. ഇസ്ന്റ് ഇറ്റ്? പബ്ലിക് സ്ക്രൂട്ടനിയെ നമ്മൾ ഓവർസൈറ്റ് എന്ന് പറയും. പബ്ലിക് സ്ക്രൂട്ടനി, ഓവർസൈറ്റ്. മേജർ ഓർ ട്രിവിയൽ ചേഞ്ചസ്, അതിനെ പെറ്റി, സോറി മേജർ അല്ല, ഐ എം സോ സോറി, മൈനർ ഓർ ട്രിവിയൽ. ഞാൻ ആലോചിക്കുകയും ചെയ്തത് എന്താ മേജർ ആയത്. ട്രിവിയൽ മീൻസ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. മൈനർ ഓർ ട്രിവിയൽ ചേഞ്ചസ് ആർ കോൾഡ് ആസ് പെറ്റി, പെറ്റി ഇഷ്യൂസ്. എക്സസീവ് ഓർ അൺനെസസറി ഡിസ്പ്ലേ, അതിനെയാണ് നമ്മൾ ഓസ്റ്റന്റേഷൻ എന്ന് പറയുന്നത്. എക്സസീവ് ആയിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഡിസ്പ്ലേ നടത്തുന്നതിനെ ഓസ്റ്റന്റേഷ്യസ് എന്ന് നമ്മൾ പറയാം, ഓസ്റ്റന്റേഷൻ എന്ന് നമ്മൾ പറയും. സോ ദീസ് ആർ ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി കുറച്ചൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ 10 ഉള്ളൂ അതും. ഓക്കെ, സോറി ഇഡിയംസ് അല്ല, ഫ്രേസൽ വേർബ്സ് ആണ്. ടേക്ക് പാർട്ട് ഇൻ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്, ഒരു ഈവെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയിൽ ഡിഫെൻസിബിൾ ആയിട്ട്, വാലിഡ്, ആക്സെപ്റ്റബിൾ ആയിട്ട് നിൽക്കുക. ആ സ്റ്റാൻഡപ്പ് ഇൻ ദ കോർട്ട്, എണീറ്റ് നിൽക്കുന്നതിനെയല്ല, ഒപ്പം നിൽക്കുന്നതിനെയാണ് പറയുന്നത്. പുൾ ടുഗെദർ എന്ന് പറഞ്ഞാൽ യുണൈറ്റ് ഓർ ഓർഗനൈസ് പീപ്പിൾ, ആൾക്കാരെ കൂട്ടുക, നമ്മളുടെ കൂട്ടത്തിലേക്ക് കൂട്ടുക. സ്വാം ഇൻ ടു എന്ന് പറഞ്ഞാൽ മൂവ് ഇൻ എ ലാർജ് ഗ്രൂപ്പ് ക്വിക്ക്ലി ആൻഡ് ആൻ ഓവർവെൽമിങ് മാനർ അല്ലേ. ലാർജ് ഗ്രൂപ്പ് ഓവർവെൽമിങ് മാനറിൽ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ സ്വാം ഇൻ ടു എന്ന് പറയും. അതായത് ഒരു നമ്മുടെ തേനീച്ചക്കൂട്ടം ഇങ്ങനെ വരുന്ന പോലെ അല്ലേ, അതാണ്. റൈഡ് എ വേവ്, ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എ ട്രെൻഡ്, ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നതിനെയാണ് റൈഡ് എ വേവ് എന്ന് പറയുക. ഓക്കെ, ഓർത്തിരുന്നോണേ. റൈഡ് എ വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡിൻ്റെ അതിൻ്റെ ഉപയോഗിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അഡ്വാൻറ്റേജ് ആക്കുക. എവിക്റ്റ് ഔട്ട് അല്ലെങ്കിൽ എവിക്റ്റ് ഫ്രം, എവിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക, റിമൂവ് ഓർ ഫോഴ്സ് സമ്മൺ ഔട്ട്, അതിനെയാണ് എവിക്റ്റ് എന്ന് പറയാം. ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ, ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഫോക്കസ് അറ്റൻഷൻ ഓൺ സംതിങ്, എന്തിലെങ്കിലേക്കും അറ്റൻഷൻ കൊടുക്കുന്നതിനെയാണ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് പറയുക. കീപ്പ് ഓൺ എ ഷോർട്ട് ലീഷ്, അതിൻ്റെ മീനിങ് എന്താ? എക്സസൈസ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ സമ്മൺ എൽസ്. ലീഷിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു, മറ്റുള്ളവർ ഇങ്ങനെ പട്ടിയെ നമ്മളിങ്ങനെ വലിച്ച് അല്ലേ. സോ എക്സസീവ് ഓർ എക്സസൈസ് കൺട്രോൾ ഓവർ സമ്മൺസ് ആക്ഷൻ, മറ്റൊരാളുടെ ആക്ഷന് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഷിൻ്റെ ഉപയോഗം. സ്റ്റാൻഡ് എ ഡിസ്റ്റൻറ്റ് തേർഡ്, ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. സ്റ്റാൻഡ് എ ഡിസ്റ്റൻറ്റ് തേർഡ് എന്ന് പറഞ്ഞാൽ ടു
came in a distant third place in an election or competition. അതായത് മൂന്നാം കക്ഷിയാകുക, മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയാവുക അല്ലേ, അതല്ലേ പറയുക. മൂന്നാമത്തെ കക്ഷിയായി ചുരുങ്ങി പോവുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് ഫസ്റ്റും ഒപ്പോസിഷനും കിട്ടിയില്ല, ഓപ്പോസിഷന്റെ സൈഡിൽ എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബീയിങ് ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഒഫീഷ്യലി ഇൻക്വയറി നടത്തുക, ഒഫീഷ്യലി എന്തെങ്കിലും ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്തുന്നതിന്. വേവ് ഓഫ് ആന്റി കറപ്ഷൻ സെന്റിമെന്റ്, ഇത് യൂസേജസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, നിങ്ങളുടെ എസ്സേ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗിലൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. വൈഡ് സ്പ്രെഡ് പബ്ലിക് ഫീലിംഗ് ആൻഡ് മൂവ്മെന്റ് ഒപ്പോസിങ് കറപ്ഷൻ ആണ് വേവ് ഓഫ് ആന്റി കറപ്ഷൻ സെന്റിമെന്റ് എന്ന് പറയുക. ലൈൻ ഇൻ ദ സാൻഡ് എന്ന് പറഞ്ഞാൽ വൺ വിൽ നോട്ട് കോംപ്രമൈസ് എ ഫേം ബൗണ്ടറി, അതായത് ആരും കോംപ്രമൈസ് ചെയ്ത് കൊടുക്കാത്തതിനെയാണ് ലൈൻ ഇൻ ദ സാൻഡ് എന്ന് പറയുക. ഇസ്ന്റ് ഇറ്റ് എ പോയിന്റ് ബിയോണ്ട് വിച്ച് വൺ വിൽ നോട്ട് കോംപ്രമൈസ്. കീപ് ഓൺ എ ഷോർട്ട് ലീഷ്, നമ്മൾ പറഞ്ഞതാണ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ സംവൺ ഓർ സംതിങ്, ആരെങ്കിലും കൃത്യമായി കൺട്രോൾ ചെയ്യുക. സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്കസ് അറ്റൻഷൻ ഓൺ സംവൺ ഓർ സംതിങ്, ആരെങ്കിലും ഒരു കൃത്യമായി അറ്റൻഷൻ കൊടുക്കുന്നതിനെയാണ് സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് പറയുക. റൈഡ് എ വേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസിന് നിങ്ങൾ എന്തെടുക്കുക, ഒരു സപ്പോർട്ട് അല്ലെ അഡ്വാൻറ്റേജ് എടുക്കുക. കൺക്ലൂഡിങ് ഡിസിസീവ്ലി ആൻഡ് ക്ലിയർലി, അതിനാണ് എൻഡഡ് ഇൻ ആൻ എംഫാറ്റിക് മാനർ, എംഫസൈസ് ചെയ്യുന്ന മാനറിൽ ഡിസിസീവായിട്ടും ക്ലിയർ ആയിട്ടും എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ചെയ്യുക. അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിനകത്ത്. ഫ്രേസൽ വേർബ്സ് എന്താ പറയുക, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സർട്ടൻ യൂസേജസ്. ഇവിടെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ് നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് ടെൻസസ് ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ്സിൽ. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാസ് അല്ലേ, എന്താ പറയുക, വാസ് അറസ്റ്റഡ്, ഇസ്ന്റ് ഇറ്റ്. പാസ്റ്റ് ടെൻസ് സിമ്പിൾ എന്താ പറയുക, സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, അങ്ങനെയാണ് പോകുന്നത്, ഇസ്ന്റ് ഇറ്റ്. പാസ്റ്റ് ടെൻസിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഇന്നല്ല പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ നോക്കാം നമുക്ക് അല്ലേ. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ യൂസ് ചെയ്തേക്കുന്നത്, ഹാസ് സിഗ്നൽഡ് ആണ്. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരിക പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലോ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഓക്കെ, സോ അത് മനസ്സിലാക്കാം. സോ പ്രസന്റ് ടെൻസ് ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ജനറൽ ട്രൂത്ത് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V1, അതായത് ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അത് എസ് ഓർ ES യൂസ് ചെയ്യുക ഫോർ സിംഗുലേഴ്സ്. ഇവിടെ സപ്പോർട്ടേഴ്സ് പ്ലൂറൽ ആയത് കാരണം ദ സപ്പോർട്ടേഴ്സ് ഓഫ് വിക്രമസിംഹെ, അത് പ്ലൂറൽ ആയത് കാരണം ഫോക്കസ്, അല്ലെങ്കിൽ ദ സപ്പോർട്ടർ എന്നായിരുന്നെങ്കിൽ ഫോക്കസസ് എന്ന് വന്നേനെ. ഓക്കെ, ദാറ്റ് ഇസ് എ ഡിഫറൻസ്. സോ നരേറ്റീവ് പാസ്റ്റും പ്രസന്റും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും പെർഫെക്റ്റ് ടെൻസും ഒരുപോലെ ഉപയോഗിച്ചു വന്നത്. നിങ്ങൾക്കറിയാം പാസീവ് വോയിസ് ഫോർമൽ ഒബ്ജക്റ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ B+V3 ഫോമാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിന് യൂസ് ചെയ്യുക. എന്ത് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ആണ് ഇവിടെ പ്രാധാന്യം ദാൻ ദ ഡൂവർ, ചെയ്യുന്ന ആളെക്കാളും ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന കാരണമാണ് പാസീവ് വോയിസിൽ എഴുതുന്നത്. എന്നാൽ നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ആൻ ആക്റ്റീവ് വോയിസ്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇസ്ന്റ് ഇറ്റ്. ഇവിടെ the protesters were held saying if we break anything here we are the only one who will have to pay for it, isn't it? അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടിൻ്റെ മിക്സ്ചർ ആയിട്ട് ഡയറക്റ്റ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. protest leaders were held saying repeatedly that if they broke anything there they were the ones who would have to pay for it. അതാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ ഇവിടെ ഇന്റർമിക്സിംഗ് ആണ്. ഇതൊരെണ്ണം റിപ്പോർട്ടഡിലും ഇതൊരെണ്ണം ഡയറക്റ്റ് സ്പീച്ചിലും മിക്സ് ചെയ്ത് കൊടുത്തു. കണ്ടീഷണൽസ് അപ്പം നമുക്കറിയാം ഫസ്റ്റ് കണ്ടീഷണൽ 0 ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, 0 കണ്ടീഷണൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, isn't it? ഇവിടെ ഫസ്റ്റ് കണ്ടീഷണലാണ് യൂസ് ചെയ്തേക്കുന്നത്. റിയൽ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇഫ് ദിസ് ഇസ് എ ന്യൂ ലൈൻ ഇൻ ദ സാൻഡ് ഓഫ് ശ്രീലങ്കൻ ഇറ്റ് അപ്ലൈസ്. അപ്പോൾ അതായത് രണ്ടിടത്തും പ്രസന്റ് ടെൻസ്, isn't it? രണ്ടിടത്തും പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് എ ന്യൂ ലൈൻ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇറ്റ് അപ്ലൈസ് അഗൈൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ,
മോഡൽസ് ഓഫ് പ്രോബബിലിറ്റി ആൻഡ് നെസസിറ്റി. പ്രോബബിലിറ്റി നെസസിറ്റിയുടെ മോഡൽസ് വിൽ, ഹാവ്, ഇസ്ന്റ് ഇറ്റ്, മസ്റ്റ്. അപ്പം അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഹാസ് ഓൾറെഡി അല്ലെ, ഹാഡ് ടു എന്നൊക്കെ ഉള്ള, ഹാവ് ടു, ഹാസ് ഓൾറെഡി അല്ലെ, ഹാഡ് ടു. സോ വിൽ ഹാവ് ടു അസംഷൻ, മസ്റ്റ് എന്നുള്ളത് നെസസിറ്റി, ഹാഡ് ടു എന്നുള്ളത് ഓബ്ലിഗേഷൻ. ഇതെല്ലാമാണ് ഇവിടെ മോഡൽസിൻ്റെ ഉപയോഗം ഈ ഒരു എഡിറ്റോറിയലിൽ വന്നേക്കുന്നത്. ക്വാണ്ടിഫയേഴ്സ് ആൻഡ് കമ്പാരിസൺസ്, ഇസ്ന്റ് ഇറ്റ്. ഇവിടെ പറയുന്നത് ഒരു കമ്പാരിസണും ക്വാണ്ടിഫയേഴ്സും, അലഞ്ച്ഡ് എമൗണ്ട്, അതൊരു ഇതാണ്. അതുപോലെ ഇറ്റ് വുഡ് ടേക്ക് ദ മീഡിയൻ ശ്രീലങ്കൻ, ഇതൊരു കമ്പാരിസൺ ആണ്. ഹൗസ് ഹോൾഡ് റഫ്ലി 18 years ടു ഏൺ ദ സം. ഒരു മീഡിയോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ശ്രീലങ്കൻ ഹൗസ് ഹോൾഡിൽ മിനിമം 18 വർഷമെങ്കിലും എടുക്കും. അത്യാവശ്യം സാലറി ഉള്ള ഒരാൾക്ക് മിനിമം 18 വർഷം എടുക്കും ഈ ഒരു എമൗണ്ട് എത്താനായിട്ട്. സോ നമ്പർ ഓഫ്, മച്ച് മോർ, മെനി, ഫ്യൂ, ലെസ് എന്നുള്ളതെല്ലാം കോൺട്രാസ്റ്റ് ആൻഡ് എംഫസിസിന് വേണ്ടി ഉപയോഗിച്ച് പോരുന്നു. കണക്ടേഴ്സും ലിങ്ക് വേർഡ്സും ഇവിടെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹൗ എവർ, ദോ, ഡെസ്പൈറ്റ്, ഈവൻ ദോ അല്ലേ. കൺജങ്ഷൻസ് നമ്മളിവിടെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം കോസ് ആൻഡ് ഇഫക്റ്റ് കാണിക്കാൻ ദെയർ ഫോർ, ആസ് എ റിസൾട്ട്, ബിക്കോസ്, ഇതൊക്കെ നമ്മളുണ്ടല്ലോ എന്താ പറയുക, ഈ എസ് എ ഒക്കെ എഴുതുന്ന സമയത്ത് വി നീഡ് ടു യൂസ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, നല്ലതാണ് ഇങ്ങനെയുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ. സോ ദെയർഫോർ, ആസ് എ റിസൾട്ട്സ്, ബിക്കോസ്, മോർ ഓവർ, ഓൾസോ, ഫെർദർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദോ അല്ലേ. നോമിനലൈസേഷൻ, വെർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സിനെ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് നോമിനലൈസേഷൻ, അല്ലെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നോമിനലൈസേഷൻ എന്ന് പറയുന്നത്. റിസെൻമെന്റ്, അക്കൗണ്ടബിലിറ്റി, എക്സ്പെൻഡിച്ചർ, അസ്റ്റോണിഷിംഗ്, ഹിപ്പോക്രസി, മെച്യൂരിറ്റി, ഇതെല്ലാമാണ് ഈ ഒരു എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്ന നോമിനലൈസേഷൻ. പീപ്പിൾ റിസെൻറ്റഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ റിസെൻമെന്റ്, പബ്ലിക് ഹാർബർ ഡീപ്പ് റിസെൻമെന്റ്. പീപ്പിൾ റിസെൻറ്റഡ് എന്ന് ഉപയോഗിക്കുന്നത്, റിസെൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വെർബായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ദ പബ്ലിക് ഹാർബേർഡ് ഡീപ്പ് റിസെൻമെന്റ് അവിടെ നൗൺ ആയിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥ. ഓക്കെ, ഫിഗറേറ്റീവ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്ത കാരണം ഇനി ഒന്നുകൂടെ പറയുന്നില്ല. റൈഡ് എ വേവ് എന്നുള്ളത് ഒരു വെർബ് ഫ്രേസ് ആണ്. ലൈൻ ഇൻ ദ സാൻഡ് എന്നുള്ളൊരു നൗൺ ഫ്രേസ് ആണ്. സ്പോട്ട് ഓൺ ദം എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓക്കെ, ആ പ്രിപ്പോസിഷൻ ഉള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ്, നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന നൗൺ ഫ്രേസ്, വെർബായിട്ട് ഉപയോഗിക്കുന്ന വെർബ് ഫ്രേസ്. ഓക്കെ, പാരലലിസം, ഈക്വൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് പാരലലിസം എന്ന് പറയുന്നത്. കോമയ്ക്ക് ശേഷം വരുന്ന എല്ലാ വെർബ് ഫോംസും, അല്ലെ കോമയ്ക്ക് മുമ്പും ശേഷം വരുന്ന വെർബ് ഫോംസ് ആണെങ്കിലും അല്ലെങ്കിൽ ടെൻസ് ആണെങ്കിലും ഒക്കെ ഈക്വൽ ആയിരിക്കണം എന്നുള്ളൊരു പ്രാധാന്യം അതിനകത്തുണ്ട്. നമ്പർ ഓഫ് പീപ്പിൾ, ഫണ്ട് ഓൺ ആൻ എഡ്യൂക്കേഷൻ ഫോർ മെനി, സ്റ്റാർട്ട് നെയ്ബർഹുഡ് സോഫ്റ്റ്വെയർ സ്റ്റോഴ്സ്, പേ ഓഫ് മോർട്ടേജ് ആൻഡ് ഡെറ്റ്സ്, ടു ബൈ ഓർ ബൈ ഫോർ ഫിഷിംഗ്. ഇത് പാരലലിസത്തിൻ്റെ എക്സാമ്പിളാണ്. കോമയിട്ട് എഴുതുമ്പോൾ ഒരെണ്ണം പാസ്റ്റ് ടെൻസ്, ഒരെണ്ണം പ്രസന്റ് ടെൻസ്, ഒരെണ്ണം ഫ്യൂച്ചർ ടെൻസിൽ ഒരിക്കലും എഴുതാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ശ്വാസം എടുക്കാതെ ഇത്രയും പറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡിഫിക്കൽട്ടി? ഇപ്പം നിങ്ങൾ കേട്ട് പാരലലിസം എന്താ, നോമിനലൈസേഷൻ എന്താ, പാസീവ് വോയിസ് എന്താ, ടെൻസ് എന്താ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ്, ഏതെങ്കിലും ഒരു ഗ്രാമർ ടോപ്പിക്കോ വല്ലതും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഒരു ദിവസം ഈ എഡിറ്റോറിയലിൻ്റെ ഒപ്പം എടുത്തു പോകാവുന്നതാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയത് വേർഡ് സ്വാപ്പിംഗ് എക്സസൈസസ് ആണ് കേട്ടോ. വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ എക്സസൈസ് ആണ് നമ്മളിന്ന് കുറച്ച് ചെയ്യാൻ പോകുന്നത്. 5 ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്. The importance of education in shaping individuals' growth demands constant attention and focus to ensure inclusive policies. ഏതാണ്? What is the answer for the question? Yes, correct ആണ്. ഇവിടെ ഇമ്പോർട്ടൻസ്, എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം, ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്ത് ഷേപ്പ് ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ കോൺസ്റ്റന്റ് അറ്റൻഷൻ എന്തിനു കൊടുക്കുന്നു, ആൻഡ് ഫോക്കസ് എന്തിനു കൊടുക്കുന്നു, ഇൻക്ലൂസീവ് ആയിട്ടുള്ള പോളിസീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. നോ റീപ്ലേസ്മെന്റ് റിക്വയർഡ് ഇസ് എ റൈറ്റ് ആൻസർ. അവിടെ റീപ്ലേസ്മെന്റ് ഒന്നും ആവശ്യമില്ല, എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. യെസ്. ഗവൺമെന്റ് സ്കീം aims to empower rural women by providing training
and resources, thereby enhancing their economic participation in the livelihood. ഇതേതാണ്? The government scheme, അവിടെ അത് കറക്റ്റ് ആണ്, aims to empower rural women by providing training and resources, thereby enhancing their economic participation in the livelihood. Again it is E, അല്ലേ? Yes. Rising inflation has reduced the purchasing capacity of households, leading to demand in decline of luxury goods. I think there is no change at all. എനിക്ക് തോന്നുന്നേ ഞാനിത് കറക്റ്റ് ചെയ്തതാണോ ഇട്ടെന്ന് എനിക്കൊരു സംശയം. Rising inflation has reduced the purchasing capacity of households, leading to ഇതല്ല, സി ആണ്, സി ടു ഡി ആണ്, കറക്റ്റ് ആണ്. ഡിക്ലൈൻ ഇൻ ദ ഡിമാൻഡ് ഓഫ് ലക്ഷറി ഗുഡ്സ്, കറക്റ്റ് ആണ്. സിയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതായത് റൈസിങ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? പർച്ചേസ് കപ്പാസിറ്റി ഓഫ് ഹൗസ് ഹോൾഡ്സ് കുറച്ചിട്ട് ഡിക്ലൈൻ താഴത്തേക്ക് വരിക, ലക്ഷറി ഗുഡിൻ്റെ ഡിമാൻഡിന് ഉണ്ടാകുന്ന ഒരു ഇടിവ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. The court issued a strict order to ensure compliance with its directive, warning that any violation would attract severe penalty. The court issued a strict order to ensure compliance with its directive, warning that any violation could attract severe penalty. Yes. No replacement required. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ? കോർട്ട് ഇഷ്യൂ ചെയ്തത് ഒരു കംപ്ലയൻസ് വിത്ത് ഡയറക്റ്റീവ്സ്. എന്താണ്? ഒരു വയലേഷനും എന്താ പറയുക, എനി വയലേഷൻ എന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പെനാലിറ്റി അടയ്ക്കേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ടെക്നോളജി ഹാസ് റെവല്യൂഷണറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബൈ മേക്കിംഗ് ഇൻഫോർമൽ ആക്സസിബിൾ ആൻഡ് ഇൻസ്റ്റൻ്റ്ലി അവൈലബിൾ വേൾഡ് വൈഡ്. എങ്ങനെയാണ്? ടെക്നോളജി ഹാസ് റെവല്യൂഷണറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബൈ മേക്കിംഗ് ഇൻഫർമേഷൻ ആക്സസിബിൾ ആൻഡ് ഇൻസ്റ്റൻ്റ്ലി അവൈലബിൾ. ഇവിടെ തിരിച്ചല്ലേ ആദർശേ? സി തന്നെയല്ലേ? നോക്കി, ഇൻഫർമേഷൻ ഇൻസ്റ്റൻ്റ്ലി ആക്സസിബിൾ, അവൈലബിൾ ആൻഡ് അവൈലബിൾ വേണം തോന്നുന്നു അല്ലേ? ആക്സസിബിൾ ആൻഡ് അവൈലബിൾ വേൾഡ് വൈഡ്. ഓക്കെ, ഇവിടെ ഒരു ആൻഡിൻ്റെ കുറവുണ്ട്, ഇവിടെ അല്ല. ഇൻസ്റ്റൻ്റ്ലി ആക്സസിബിൾ ആൻഡ് അവൈലബിൾ വേൾഡ് വൈഡ്. Technology has revolutionized communication by making information instantly accessible and available worldwide. ഇവിടെ ആൻഡ് റോങ് ആയിട്ട് യൂസേജ് വന്നിട്ടുണ്ട് കേട്ടോ, മനസ്സിലായോ? സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ. ഇന്നത്തെ എഡിറ്റോറിയൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ. ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന പലരെയും ഇന്ന് ഇപ്പം മിസ്സിങ് ആണ് കേട്ടോ 2 ദിവസമായിട്ട്. ഓക്കെ, അപ്പോൾ നാളെ ഹോപ്പ്ഫുള്ളി എല്ലാവരും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയാനല്ലേ, നമ്മളുടെ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ട് എൻട്രിയുടെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് എക്സാംസിന് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. 85% ഓഫ് ദ ടാസ്ക് ആൻഡ് അറ്റൻഡൻസ് കംപ്ലീറ്റഡ് യൂസേഴ്സിന് ഒരു ഫ്രീ റിന്യൂവൽ കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ലൈഫ് ടൈം ആക്സസ് ആണ്. വാട്സപ്പ് ഗ്രൂപ്പിലും ഡൗട്ട് ക്ലിയറൻസിനും നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 85% നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ അറ്റൻഡൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 85% അറ്റൻഡൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിന്യൂവൽ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര എക്സാംസ് വേണമെങ്കിലും എഴുതാം. ഒരു ജോലിക്ക് കയറി എന്നോർത്ത് കുഴപ്പമില്ല, അടുത്തൊരു വേറൊരു ബാങ്കിലേക്ക് നിങ്ങൾക്ക് എഴുതണം എങ്കിൽ അതിനകത്ത് എഴുതണമെങ്കിൽ എൻട്രി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ, പഠിക്കണം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞേക്കുന്നത്. 85% ടാസ്കും ചെയ്യണം, അറ്റൻഡൻസ്. നിങ്ങൾ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ ലെക്ചർ എന്താ പറയുക ഓൺലൈൻ ലെക്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ ഓഫ്ലൈൻ എന്താ പറയുക റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും ഉണ്ടാകും, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. ഇസ്ൻ്റ് ഇറ്റ്? ഇത് മാത്രമല്ല, നമുക്ക്
എൻട്രിയിൽ നിങ്ങൾക്ക് ഈ പ്രിലിംസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ആരും കോച്ചിങ് കൊടുക്കില്ല മെയിനിന്. പക്ഷേ എൻട്രിയിൽ മെയിൻസിന് കോച്ചിങ് ഉണ്ട്. അതുപോലെ ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് GD ആൻഡ് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അതിനും കോച്ചിങ് ക്ലാസ്സസിൽ ഡെഫിനറ്റ്ലി ലഭിക്കുന്നതാണ് കേട്ടോ. സോ ഡെഫിനറ്റ്ലി ഗ്രാബ് യുവർ ഓപ്പർച്യൂണിറ്റി. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ഇനി വളരെ ലിമിറ്റഡ് ടൈം ഓഫർ ആയിരിക്കും. ബിക്കോസ് വിദ്യാരംഭമാണ്, ഇപ്പം നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താ പറയുക, ദിസ് ഇസ് എ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ എഡ്യൂക്കേഷൻ. നമ്മൾ പറയും അല്ലേ, നവരാത്രി എന്തെങ്കിലുമൊക്കെ പഠിത്തമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യൂ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം സ്റ്റാർട്ട് ആവാനായിട്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്താ പറയുക, ഇത് ജോയിൻ ചെയ്യണതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. 7736122215 ഈ നമ്പറിൽ വിളിച്ച്, ഇനി നിങ്ങൾക്ക് വിഷമമാണ്, നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇൻഹിബിഷനൊക്കെ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക. ദേ വിൽ റിവേർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എന്താ പറയുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായി പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു ഷോർട്ട് കട്ടും ഇല്ല സക്സസ്സിന്. ഒൺലി ഹാർഡ് വർക്ക് മാത്രമേ പേ ഓഫ് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് ഇസ് സംതിങ് റിയലി ഗ്രേറ്റ് അല്ലേ. അപ്പോൾ താങ്ക് യു മൈ ഡിയർ ആദർശ്. വിഷിംഗ് യു എ ഗ്രേറ്റ് ഡേ ഹെഡ്. നന്നായി പഠിക്കുക. എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. വിൽ മീറ്റ് ടുമോറോ. ഓക്കെ, എല്ലാവരും വരണം വിത്തൗട്ട് ഫെയിൽ. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.